വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ ദൈവമേ. ഞങ്ങളോട് സംസാരിക്കുക മാത്രമല്ല, ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാകാനിടയാക്കണം. അതിനു വേണ്ടുന്ന കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇപ്പോൾ കേൾക്കുന്നവർ, തുടർന്ന് കേൾക്കാൻ പോകുന്നവർ, ഒരുപക്ഷെ ചില വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്നവർ ഒക്കെ ഉണ്ടാവാം കർത്താവേ. എല്ലാവരോടും അങ്ങയുടെ ഒരു ഇടപെടൽ, ഒരു സ്പർശനം ഉണ്ടാകുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ജീവിതത്തിന്റെ യാതൊരു കുറവുകളും ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ദാസനായി, കുടുംബത്തിനായി, അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കായിട്ടും സ്തോത്രം. പ്രത്യേകിച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഈ പ്രിയപ്പെട്ടവർ കടക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവിന് ഞങ്ങളോട് പറയാനുള്ളത് വ്യക്തമായി ഞങ്ങളോട് പറയുകയും അതിൻ്റെ ഒരു റിസൾട്ട് കണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. വാക്കുകളെ തരണം, കൃപ തരണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ കൂടി വന്ന് കർത്താവിന്റെ വചനം ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ഒരവസരം കൂടെ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഷട്ട് ഇൻ വിത്ത് ഗാഡ് ആൻഡ് പോർ ഔട്ട്. ദൈവത്തോട് ചേർന്ന് അടഞ്ഞിരിക്കുന്ന ഒരനുഭവം, ഒരു അറയിൽ കടന്ന് വാതിലടയ്ക്കുന്ന ഒരനുഭവം, ഒരു പെട്ടകത്തിനകത്തേക്ക് കയറി ആ പെട്ടകം മാത്രം ലോകമായിരിക്കുന്ന ഒരനുഭവം, പുറം ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിടുന്ന ഒരനുഭവം. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ദീർഘനാളത്തേക്കല്ല, ചിലതൊക്കെ ഒഴിഞ്ഞു പോകുവോളം അറയിൽ കടന്ന് വാതിലടയ്ക്കാൻ പ്രവാചകൻ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ചിലതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അറയിൽ കടക്കുന്ന ഒരനുഭവം. ആ അറയിൽ നാമും ദൈവവും മാത്രമായിട്ടുള്ള ഒരനുഭവം. ഷട്ട് ഇൻ വിത്ത് ഗോഡ്. ദൈവത്തോട് ചേർന്ന് അടഞ്ഞിരിക്കുന്ന, ചേർന്നിരിക്കുന്ന, പറ്റിയിരിക്കുന്ന ഒരു സീസൺ. അതേ സീസണിൽ തന്നെ ചിലത് പകരുന്ന ഒരു സീസൺ. ആ ഒരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇനി വായിക്കാൻ പോകുന്ന ഭാഗം ഓർമ്മ വന്നു കാണും എന്ന് ഞാൻ കരുതുകയാണ്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളിലൂടെ, 3 ദൈവവചനത്തിന്റെ ഭാഗങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ആദ്യത്തെ ഭാഗം 2 Kings chapter 4 ആണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, 2 രാജാക്കന്മാരുടെ പുസ്തകം തുടങ്ങുന്നത് തന്നെ എലീശ പ്രവാചകനുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം തുടങ്ങുന്നത്. അതിനകത്ത് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുണ്ട്. പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, എന്നാൽ ഐഡന്റിറ്റി ഉള്ള ഒരു സ്ത്രീ. പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവൾ ആരാണ് എന്നുള്ളത് ആ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാകും. അവളൊരു സാധാരണ സ്ത്രീയല്ല. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അവളെ നോക്കുമ്പോൾ അവളൊരു വിധവയാണ്, അവൾക്ക് കടമുള്ള സ്ത്രീയാണ്, അവൾക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്, മക്കളെ പിടിച്ചോണ്ട് പോകാൻ പോകുന്ന അവസരം, കണ്ണുനീരും കയ്യുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ അവളെക്കുറിച്ച് സമൂഹം ചിന്തിക്കാം.
പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളെ ഈ പുസ്തകത്തിനകത്ത് പരിചയപ്പെടുത്തുമ്പോൾ അവൾക്ക് അങ്ങനത്തെയൊക്കെ കുറവുകളുണ്ട്. അവളുടെ ബാക്ക്ഗ്രൗണ്ട്, അവളുടെ എക്സ്റ്റേണൽ ബാക്ക്ഗ്രൗണ്ട്, അവളുടെ പുറം ലോകത്ത് നിന്ന് നോക്കുമ്പോൾ അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ടൈറ്റിൽ കൊടുക്കാമെന്നുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, അവളൊരു സാധാരണ സ്ത്രീ അല്ല എന്നുള്ളത് അവളുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ നടുവിൽ ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയട്ടെ. ലോകം നമ്മളെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതല്ല വിഷയം. ലോകത്തിന് ഒരു പക്ഷേ നമ്മളെ പേരിട്ട് വിളിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സാഹചര്യങ്ങളുടെ പല പേരുകളും കാണും. കടക്കാരി എന്നുള്ള പേര് കാണും, വിധവ എന്നുള്ള പേര് കാണും. ഹല്ലേലൂയ സ്തോത്രം. ആ നല്ല യൗവനത്തിൽ ജീവിതത്തിൽ എല്ലാവരും സുഖമായി പോകുന്ന കാലഘട്ടത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നുള്ള പേര് കാണും. അങ്ങനത്തെ പലതും കാണും. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഇവൾക്ക് എടുത്തു പറയുവാൻ തക്കവണ്ണം ഒരു നല്ല ഐഡന്റിറ്റി ഇവളുടെ മുമ്പിലുണ്ട്. എന്താണെന്നറിയാമോ? അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളിന്റെ ഭാര്യയാണ് അവൾ. സ്തോത്രം. ആ കാലഘട്ടത്തിൽ ഇസ്രയേലിൽ ധാരാളം പുരുഷന്മാർ ഉള്ളതിന്റെ നടുവിൽ ഇവളെ കുറിച്ച് പറയുവാൻ അല്ല, ആ കാലഘട്ടത്തിൽ അവളുടെ ആ ആയുസ്സിൽ തന്നെ, അവൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളം വിധവമാരുള്ളവരുടെ നടുവിൽ ഇവളെ കുറിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവിനൊരു കാര്യമുണ്ട്. ഇവളൊരു സാധാരണ വിധവയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവളെന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യയായിരുന്ന ഒരു ചരിത്രം ഇവൾക്കുണ്ട്. സ്തോത്രം. That means she was a dedicated person. അന്നുണ്ടായിരുന്ന മറ്റ് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിട്ട് നമുക്കിവളെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അതുമാത്രമല്ല, ഇവളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൾ പറയുകയാണ്, അവൾ പ്രവാചക ശിഷ്യന്റെ ഭാര്യയാണ്. അത് ചുറ്റുപാടുമുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും അവളുടെ ഉള്ളിൽ അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു ഉറപ്പെന്താണ്? അവൾ വന്ന് പ്രവാചകന്റെ അടുത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് അങ്ങയ്ക്കറിയാം. എന്തൊരു ഉറപ്പാന്ന് നോക്കിക്കേ. ഇതിന്റെ നടുവിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടക്കുന്ന ഒരു കൂട്ടം എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ കൂട്ടാളി നമ്മളെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? എന്റെ ഭാര്യ എന്നെ കുറിച്ച് ഒരു യഹോവ ഭക്തൻ എന്ന് പറയും. എന്റെ ഭർത്താവ് എന്നെ കുറിച്ച് ഒരു യഹോവ ഭക്ത എന്ന് പറയുന്നു. എന്റെ മക്കൾ എന്നെ കുറിച്ച് എന്ത് പറയും? എന്റെ സഹോദരൻ എന്ത് പറയും? എന്റെ സഹോദരി എന്ത് പറയും? എന്റെ അമ്മ എന്ത് പറയും? ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നാം ഈ ദിവസങ്ങളിൽ ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളോടുകൂടെ ഏറ്റവും അടുത്ത് സഹവസിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുന്ന ഒരനുഭവത്തിലേക്ക് ദൈവമേ എന്നെ കൊണ്ടുപോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പാസ്റ്റർ എന്നെ കുറിച്ച് എന്ത് പറയും? ആ പുറം ലോകം എന്നെ കുറിച്ച് എന്ത് പറയും? അതിനേക്കാളൊക്കെ ഉപരി 24 മണിക്കൂറും കൂടെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് പറയും? നാം പുൽപ്പിറ്റിൽ ഒരുപക്ഷെ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവമക്കളോട് ഒത്തിരി സന്തോഷത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, എന്റെ മൂത്ത പൈതലിന് 17 വയസ്സേ ഉള്ളൂ. ആ ഫ്യൂണറൽ സർവീസിൽ എന്റെ മകൻ അവന്റെ അപ്പനെ കുറിച്ച് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. അവൻ അന്ന് ആ പ്രായത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ സമൂഹത്തിന്റെ നടുവിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു.
പുൽപ്പിറ്റിൽ പ്രസംഗിച്ചത് മുഴുവൻ ജീവിതത്തിൽ ജീവിച്ചു കാണിച്ച ഒരപ്പനാണ് ഇതെന്ന് സ്വന്തം മകൻ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതേ സാക്ഷ്യം എന്നെക്കുറിച്ച് പറയുമോ എന്ന്. നമുക്കതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതത്തിനായിട്ട് ദൈവമേ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ എഴുതുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതാൻ ഇന്ന് കേൾക്കുന്ന ദൂതിനകത്തുനിന്ന് ഇഷ്ടം പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ട്. സ്തോത്രം. ഇനി ഇവിടെ വന്നിട്ട് ഇവൾ ഈ പ്രയാസം പറയുമ്പോൾ അവളോട് ആ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇവളുടെ ജീവിതത്തിൽ അവളുടെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടതിന് ശേഷം, ഒരുപക്ഷെ കുറച്ചു കാലങ്ങൾക്ക് ശേഷമായിരിക്കാം ഇവൾ ഈ ഒരു പ്രയാസത്തിൽ കൂടെ പോകുന്നത്. വലിയ കടഭാരത്തിലൂടെ പോവുകയാ. മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ അവളായിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇവൾ ധൈര്യമായിട്ട് ഈ പ്രവാചകന്റെ അടുക്കിലേക്ക് അവൾക്ക് പോകാൻ കഴിഞ്ഞത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തന്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഈ പ്രവാചകനുമായിട്ട് തുടങ്ങി വെച്ച ആ ബന്ധം, പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടിട്ടും അവൾ ആ പ്രവാചകനുമായിട്ടുള്ള ബന്ധം, ആ കൂട്ടവുമായിട്ടുള്ള ബന്ധം തുടർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചില ഡിവൈൻ കണക്ഷൻസ് ഉണ്ട്. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തെ കഴിഞ്ഞ് നമ്മെ ദൈവിക കൃപയിൽ നിലനിർത്തുവാനും വളർത്തുവാനും സഹായിക്കുന്ന ധാരാളം ദൈവിക ബന്ധങ്ങൾ ദൈവം നമ്മൾക്ക് തരും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാരമോ പ്രയാസമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ ഈ കണക്ഷൻസ് വിട്ടുകളയരുത്. ഹല്ലേലൂയ. ഇനി അല്പം കൂടെ കടന്നു പറഞ്ഞാൽ, ജീവിതത്തിൽ എത്ര വലിയ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ വന്നാലും നല്ല പ്രവാചകനായിരിക്കുന്ന ഈ നല്ല ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുകളയരുത്. അയ്യോ, എന്റെ ഭർത്താവ് യഹോഭക്തനായിരുന്നു, അങ്ങനെ ജീവിച്ചു, എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് എനിക്കിനി ദൈവവും വേണ്ട, ദൈവമക്കളും വേണ്ട, ചർച്ചും വേണ്ട, ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ജീവിക്കാനായിട്ടിടയാകരുത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ജീവിക്കാതിരിക്കാമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക. സ്തോത്രം. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവത്തോട് പിണക്കമുള്ള, ദൈവത്തോട് പരാതിയുള്ള, ഹല്ലേലൂയ സ്തോത്രം, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇനി ശുശ്രൂഷിക്കുന്നില്ല, ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഇനി ചർച്ചിൽ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ചുറപ്പിച്ച ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഹല്ലേലൂയ സ്തോത്രം ഈ സന്ദേശം പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. ഹല്ലേലൂയ. ദൈവം ദോഷത്തിനായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തെ വിട്ട്, ദൈവിക ബന്ധങ്ങളെ വിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. ആ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് നമുക്കെന്നും അനുഗ്രഹം. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഇവളോട് ചോദിക്കുമ്പോൾ ഇവളൊരു കാര്യം പറയുന്നുണ്ട്. നിന്റെ വീട്ടിലെന്തുണ്ട്? ഒരു ഭരണി എണ്ണയുണ്ട്. ഞാൻ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടയാകത്തില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് എന്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സ്തോത്രം. ഇത്രയും വലിയ പ്രയാസം വന്നിട്ടും ഇവള് വിറ്റ് കളയാഞ്ഞ ഈ എണ്ണ ഏതെണ്ണയായിരിക്കും? സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു പ്രവാചകന്റെ ഭവനമാണ്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, അവന്റെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അഭിഷേക തൈലം. കാരണം എപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എടുക്ക് തൈലക്കൊമ്പ് നിറയ്ക്കത് പോയി ഒരാളിനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല.
അതുകൊണ്ട് ഒരു പ്രവാചകന്റെ വീട്ടിൽ എപ്പോഴും ഈ തൈലക്കൊമ്പും തൈലവും അവൈലബിൾ ആയിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ആ പ്രവാചകൻ ഇത് തൈലക്കാരന്റെ വിധിപ്രകാരം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഈ പ്രവാചകൻ പോയിട്ടും ഇവൾ ഈ എണ്ണ സൂക്ഷിച്ചു വെച്ചു. അത് വിറ്റുകളയാൻ അവൾക്ക് മനസ്സില്ല. അതിന്റെ നടുവിൽ ദൈവമക്കളോട് ഹല്ലേലൂയ സ്തോത്രം ഒരു ദൂത് പറഞ്ഞിട്ട് ഞാൻ പോകാം. ജീവിതത്തിൽ എത്ര വലിയ കടം വന്നാലും, ജീവിതത്തിൽ എത്ര വലിയ ഭാരം വന്നാലും, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും, എത്ര നിരാശകരമായ അനുഭവത്തിലൂടെ പോയാലും അഭിഷേകം വിറ്റ് ഒരു കാര്യവും ചെയ്യരുത്. സ്തോത്രം. അതിനെ നഷ്ടപ്പെടുത്തി ഒരു സ്റ്റെപ്പ് പോലും വെക്കരുത് എന്നോർക്കുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധികളിലൂടെ പോയാലും ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകത്തെ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ആ തീരുമാനത്തെ സ്വർഗം ഹല്ലേലൂയ മാനിക്കുമെന്ന് തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇദ്ദേഹം ഈ എണ്ണ ഇവള് സൂക്ഷിച്ചു വെച്ചു. ഞാൻ അതിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കാം പ്രവാചകൻ പോയിട്ടും ആ അഭിഷേക തൈലമാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അവളത് സൂക്ഷിച്ചു വെച്ചത്? ഹല്ലേലൂയ. ഞാൻ എനിക്ക് ഈ സ്ത്രീയുമായിട്ട് ഒത്തിരി അവളുടെ ആ മനസ്സൊത്തിരി മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനും ഇത്തരം ഒരവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിൽ വന്നതെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അവൾ ആ എണ്ണ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ എണ്ണ ഭരണി തുറന്നു നോക്കി അത് പൂക്കാതെ ഹല്ലേലൂയ സ്തോത്രം അതിനെ ചലിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം അവൾ ഓരോ പ്രാവശ്യവും ആ എണ്ണ അതിനകത്ത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കി വെക്കുമ്പോൾ ഇവളുടെ ഹൃദയത്തിനകത്തുള്ള ഒരു ചിന്ത എന്തായിരിക്കുമെന്ന് അറിയാമോ ദൈവമക്കളെ? ഹല്ലേലൂയ. എനിക്ക് വളർന്നു വരുന്ന 2 തലമുറകളുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം എന്റെ തലമുറയിൽ ഒന്നിനെയെങ്കിലും ഈ അപ്പന്റെ ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ ഈ പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിക്കാൻ സാധ്യതയുണ്ട്. അന്ന് വിളിച്ചാൽ ഹല്ലേലൂയ അപ്പന്റേതെന്ന് പറഞ്ഞ കൈമാറ്റം ചെയ്യുവാൻ ഈ ഭരണിക്കകത്തെ എണ്ണ ഞാൻ സൂക്ഷിച്ചു വെക്കുകയാ. ഞാനത് വിറ്റുകളയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു തീരുമാനം ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് മക്കൾക്ക് വേണ്ടി പണം ഉണ്ടാക്കി വെക്കാൻ കഴിയും. അതിന് പരിമിതികളുണ്ട്. വീടുണ്ടാക്കാൻ പറ്റുമായിരിക്കാം, പരിമിതിയുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ പറ്റുമായിരിക്കാം, അതിന് ഹല്ലേലൂയ സ്തോത്രം പരിമിതികളുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം അപ്പുറത്ത് ദൈവമക്കളോട് ഹല്ലേലൂയ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവർക്ക് വേണ്ടി സ്വർഗീയമായ ചിലത് ഹല്ലേലൂയ ചരതിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചില പ്രാർത്ഥന സൂക്ഷിച്ചു വെക്കുക. അവർക്ക് വേണ്ടി ചില ഉപവാസത്തിന്റെ ദിവസങ്ങൾ മാറ്റിവെക്കുക. ഹല്ലേലൂയ. ചില കണ്ണുനീര് ഹല്ലേലൂയ തുരുത്തിയിലാക്കി മാറ്റിവെക്കുക. എന്നിട്ട് ദൈവത്തോട് പറ, കർത്താവേ അല്പമേ ഉള്ളൂ, ഒരു ഭരണിക്കകത്ത് കൊള്ളാവുന്നതേ ഉള്ളൂ. എന്റെ ആരോഗ്യത്തിനനുസരിച്ച്, എന്റെ പ്രാപ്തിക്കനുസരിച്ച്, എന്റെ കഴിവിനനുസരിച്ച് ഹല്ലേലൂയ ഒരല്പം ഞാൻ സൂക്ഷിച്ചു വെക്കുക ദൈവമേ. എന്നാൽ എന്റെ തലമുറയിൽ ചിലതിനെയല്ല. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഒന്നിനെയല്ല രണ്ടിനെയല്ല, തന്നിരിക്കുന്ന മുഴുവനതിനെയും ഹല്ലേലൂയ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഞാനൊരു പൂർണ്ണസമയ സുവിശേഷ വേലയുടെ കാര്യമല്ല നിങ്ങളോട് പറയുന്നു, അല്ല. കാരണം പൂർണ്ണസമയ സുവിശേഷ വേലയെ കുറിച്ച് പറയാൻ അത്ര പ്രാഗൽഭ്യം എനിക്ക് പോരാ. കാരണം ഞാൻ ഇന്നും ജോലി ചെയ്യുന്നയാളാ. സ്തോത്രം. ഞാനൊരു ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത ആളല്ല. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഹല്ലേലൂയ. പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാലും ഇല്ലെങ്കിലും വീട്ടിൽ അല്പനേരം താമസിച്ച് കൂടുതൽ സമയം വയലിലായിരിക്കാൻ നമുക്ക് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ദേശം ഏറ്റവും കൂടുതൽ പണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് സാറ്റർഡേ സൺഡേ ജോലി ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം ഡബിൾ സാലറിയാണ്. പക്ഷേ കർത്താവിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാനത് ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്തു.
കർത്താവ് എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ജോലി സാഹചര്യം കൂടെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു കേട്ടോ. അതുകൊണ്ട് പൂർണ്ണ സമയം വേലയുടെ കാര്യമല്ല പറയുന്നത്. കർത്താവിനോട് പറ, കർത്താവേ, എന്റെ തലമുറകളിൽ ഞങ്ങളിൽ അങ്ങ് പ്രതീക്ഷിക്കുന്ന എന്താ? അതൊരു ട്രാക്ട് കൊടുക്കുന്നതാണോ? അത് 100% വിശ്വസ്തയോടെ ചെയ്യാം. അത് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ചെയിൻ പ്രയറിൽ വിശ്വസ്തരായിട്ട് അത് ഇത്രയും 21 ദിവസവും അതേ സമയത്ത് പ്രാർത്ഥിക്കുന്നതാണോ? അതിനകത്ത് നമുക്ക് വിശ്വസ്തരാകാം. ദൈവരാജ്യത്തിൽ ചെറിയ വേലയും വലിയ വേലയുമില്ല, ചെറിയവരും വലിയവരുമില്ല. നമ്മളെ ഏൽപ്പിക്കുന്നതിലുള്ള വിശ്വസ്തതയാണ് ഏറ്റവും പ്രധാനം എന്നോർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പോ ഇവൾ പറഞ്ഞു ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ ടൈറ്റിൽ ഷട്ട് ഇൻ പോർ ഔട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവൾ വന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാൻ പറഞ്ഞു. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങിച്ചു. എല്ലാം കൊണ്ടുവന്നിട്ട് ഇവൾ, ഹല്ലേലൂയ, സ്തോത്രം, 5-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ടുന്ന ഒരു വാക്യമാണ്. 2 Kings chapter 4 verse 5. അവൾ അവനെ വിട്ടു ചെന്നു. പ്രവാചകൻ പറഞ്ഞതിനകത്ത് അവൾക്ക് ഒരു സംശയവുമില്ല കേട്ടോ, ഒരു സംശയവുമില്ല. ഈ ഒരു ഭരണി എണ്ണ കൊണ്ട് ഞാൻ വെറും പാത്രങ്ങൾ വായ്പ ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ? ഇനി ഞാൻ ഒഴിച്ചാൽ ഇത് നിറയുമോ? എലിശ ചെയ്ത അത്ഭുത പ്രവർത്തികളിൽ ഒരു അത്ഭുത പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ എലിശയുടെ പ്രസൻസ് അവിടെ എങ്ങുമില്ല. അദ്ദേഹം വീട്ടിൽ വന്നോ? വന്നില്ല. അദ്ദേഹം ഈ എണ്ണ പ്രാർത്ഥിച്ചില്ല. അദ്ദേഹമാണോ ഇത് പകർന്നത്? അല്ല, ഈ സ്ത്രീയാണ് ഇത് മുഴുവൻ ചെയ്തത്. ദൈവമക്കളെ, ഒത്തിരി പേരുടെ അടുത്തൊന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല. പോകുന്നതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല. അഭിഷേകത്തിൽ വ്യത്യാസമുണ്ട്, ആ നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പലരോട് കൂടെ പ്രാർത്ഥിക്കുന്നതും ആ കൂട്ടായ്മ ആചരിക്കുന്നതും ശുശ്രൂഷ അനുഭവിക്കുന്നതും എല്ലാം അനുഗ്രഹമാണ്. പക്ഷേ ദൈവം നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിന് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ മതി. എണ്ണ പകർന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പകരുന്ന എണ്ണയ്ക്കകത്തും വർധന ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. കാരണം എക്സ് ഓർ വൈ, എ ഓർ ബി, ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാം, സ്തോത്രം. എന്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. കണ്ണുമടച്ച് വിശ്വസിച്ച് ഒരു ഭോഷയെ പോലെ പലതും ചെയ്യുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം അത്ഭുതങ്ങൾ കാണാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കും, ദൈവമേ, അത് പറയണമായിരുന്നോ, അത് ചെയ്യണമായിരുന്നോ, അവിടെ പോകണമായിരുന്നോ, പക്ഷേ ചില നാളുകൾ കഴിയുമ്പോൾ മനസ്സിലാകും അത് അനുഗ്രഹമായി, വിടുതലായി. ചിലപ്പോൾ ചില സമയത്തൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, മസ്കറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓടിച്ചെന്ന ഒരു അതിരിട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി എന്റെ ഗേറ്റിന്റെ അവിടെ ചെന്ന് നിന്ന് ഞാൻ എന്റെ കാലുകൊണ്ട് വരച്ചിട്ട് ഞാൻ പറയും, രോഗത്തിന്, ഒരു ബാഡ് ന്യൂസിന്, ഇന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇന്നിവിടെ അതിരിടുക. അന്ന് അവിടെ കയറി വരേണ്ട പലതും വരുത്തില്ല, ഒഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. ചുമ്മാതെ പോയി ചെയ്യുവല്ല കേട്ടോ, ആത്മപ്രേരണയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ചിലത് ചെയ്യണം. അല്ലാതെ ഷീജ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ അതിർ വരയ്ക്കാം, അതല്ല, അങ്ങനെ ഒരു പരിപാടി അല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. നമുക്ക് തോന്നും നിസ്സാരമാണോ, ഇതൊരു ദൈവശബ്ദം തന്നെയാണോ? സംശയിക്കേണ്ട ദൈവമക്കളെ. ഞാൻ ചെയ്താൽ നടക്കുമോ, ഞാൻ ശാസിച്ചാൽ പോകുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമോ?
നടക്കും. ഈ വിധവയുടെ കയ്യിൽ അവളുടെ ഭരണിക്കകത്തുനിന്ന് അവൾ പകർന്നതിനനുസരിച്ച് വർധനവുണ്ടായി എങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകലരെ കൊണ്ടും അത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവനാൽ അവനെല്ലാം സാധ്യമാ. പക്ഷേ ഇവളെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവൾ എന്താണ് ചെയ്തത്? ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വാക്കുകൾ ഭയങ്കരമായിട്ടും ശ്രദ്ധിച്ചു വായിക്കുന്ന ഒരാളാണ്. വാക്കുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ 5-ാമത്തെ വാക്യം അതിന്റെ കിങ് ജെയിംസ് വേർഷനിൽ ഒന്ന് വായിക്കണം കേട്ടോ. അതിന്റെ അകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: സോ ഷീ വെന്റ് ഫ്രം ഹിം ആൻഡ് ഷട്ട് ദ ഡോർ അപ്പോൺ ഹെർ ആൻഡ് അപ്പോൺ ഹെർ സൺസ് who brought the vessels to her and she poured out. ഹല്ലേലൂയ, സ്തോത്രം. അത് എക്സാക്ട്ലി മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാമോ? ഷീ ഷട്ട് ദ ഡോർ അപ്പോൺ ഹെർ. ഹല്ലേലൂയ, സ്തോത്രം. അവളുടെ മേലുണ്ടായിരുന്ന വാതിൽ അവൾ അടച്ചു, അവളുടെ സന്തതികളുടെ മേലുണ്ടായിരുന്ന വാതിൽ അവൾ അടച്ചു. അങ്ങനെയാണ് ആശ്ചര്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താ വരുന്നത്. സ്തോത്രം. ഇവൾ ഏതു വാതിലടച്ചു? ഉപവാസത്തിലേക്ക് പോകാനിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന് പറയാൻ ഒരു കാര്യമുണ്ട്. ചില വാതിലുകൾ അടയ്ക്കുവാൻ ഹല്ലേലൂയ ധൈര്യപ്പെടണം. ഹല്ലേലൂയ. some doors which is opened upon us, എന്റെയും നിങ്ങളുടെയും മേൽ ഹല്ലേലൂയ തുറന്നിട്ടിരിക്കുന്ന ചില വാതിൽ, ശത്രു തുറന്ന ചില വാതിൽ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹറമ ഹദുരി ഹംശഹദ്ദുന. എന്റെ സന്തതികളുടെ മേൽ തുറന്ന ചില വാതിൽ, ശത്രു തുറന്ന ചില വാതിൽ, കടത്തിന്റെ വാതിൽ, അതിനെ അടയ്ക്കാനുള്ള ഒരു ധൈര്യം ഇന്ന് കാണിക്കണം. അവൾ എണ്ണയെടുക്കുകയും ഭരണിയെടുക്കുകയും പാത്രം നിറയ്ക്കുകയും അല്ല ആദ്യം ചെയ്തത്. അവൾ ആദ്യം വാതിലടച്ചു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അടുത്ത ദിവസം ചെയിൻ പ്രയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ദൈവജനമൊന്ന് കണ്ടുപിടിച്ചേ, എന്റെ മേൽ തുറന്നിട്ടിരിക്കുന്ന വാതിലേതാണ്? ഹല്ലേലൂയ, എന്റെ സന്തതിയുടെ മേൽ തുറന്നിട്ടിരിക്കുന്ന വാതിലേതാണ്? ചില ദുസ്വഭാവങ്ങളുടെ വാതിൽ, ചില കോപത്തിന്റെ വാതിൽ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ചില കടഭാരത്തിന്റെ വാതിൽ, ചില ചോർച്ചകളുടെ വാതിൽ, ശത്രു വന്നു കയറാൻ സാധ്യതയുള്ള ചില വാതിൽ, അതിനെ ഞാൻ അടയ്ക്കുന്നു എന്ന് പറ. ഹല്ലേലൂയ, സ്തോത്രം. വാതിലുകൾ അടയാൻ പ്രാർത്ഥിക്കണം. വാതിലുകൾ ധൈര്യത്തോടെ വലിച്ചടയ്ക്കണം. ഏത് വാതിലാ അവൾ അടച്ചതോ? ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു വലിയ ബോധ്യം ഞാൻ പറയട്ടെ. ഏത് വാതിൽ അവൾ അടച്ചെന്നറിയാമോ? ഏത് വാതിലിനകത്തൂടെ കടക്കാർ അതിനേക്ക് വീട്ടിൽ കയറാൻ സാധ്യതയുണ്ടോ ആ വാതിൽ അവൾ അടച്ചു. ഏത് വാതിലിലൂടെ അവളുടെ തലമുറകളെ പുറത്തേക്ക് വലിച്ചിഴച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ടോ? എന്നേക്കുമായി അവളുടെ തലമുറകളെ അവൾക്ക് നഷ്ടപ്പെടുത്തത്തക്കവണ്ണം ഏതു വാതിലിലൂടെ ഹല്ലേലൂയ പിടിച്ചു പുറത്തേക്ക് ഹല്ലേലൂയ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ ആ വാതിൽ അവൾ അടച്ചു. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഏതു വാതിലാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരുന്നുവെങ്കിൽ ആ വാതിലിന്റെ പേര് പടഞ്ഞടയ്ക്കുക, ആ മദ്യപാനത്തിന്റെ വാതിലടയ്ക്കുക, ആ ദുസ്വഭാവത്തിന്റെ വാതിലടയ്ക്കുക, ആ ബന്ധത്തിന്റെ വാതിലടയ്ക്കുക, ആ കടത്തിന്റെ വാതിലടയ്ക്കുക, ആ പരാജയത്തിന്റെ വാതിലടയ്ക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആ അനുസരണക്കേടിന്റെ വാതിലടയ്ക്കുക, ആ മത്സരത്തിന്റെ വാതിലടയ്ക്കുക. ഹല്ലേലൂയ, ശുശ്രൂഷയിൽ മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ആ വാതിലടയ്ക്കുക. ഹല്ലേലൂയ, തലമുറയെ ഹല്ലേലൂയ സ്തോത്രം പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുള്ള ആ വാതിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് അടയ്ക്കുന്നു. പകരുന്നതിന് മുമ്പ് ചിലത് അടയ്ക്കണം. സ്വർഗം ഒരത്ഭുതം ചെയ്യുവാൻ വേണ്ടി ആ വീട്ടിനകത്തുണ്ട്. ഞാനിത് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇവൾ പകരുന്ന ആ ഭരണി
തനിക്കകത്തെ എണ്ണ വർദ്ധിപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം ഹല്ലേലൂയ പോർട്ടൽ ഓഫ് മിറക്കിൾ ഹാസ് ഓപ്പൺഡ് ദേർ. ഹല്ലേലൂയ അത്ഭുതത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു വാതിൽ അവളുടെ വീട്ടിനകത്ത് തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ അങ്ങനെ തുറന്നാൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം അത് നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുള്ള വാതിൽ, അവളുടെ മേലുള്ള വാതിൽ. The door which is upon her, the door which is upon her sons, the door which is upon your family life, the door which is upon your ministry. Hallelujah. Let all those doors be closed and shut in the name of Jesus. അതടയട്ടെ. അവൾ വാതിലടച്ചു, അകത്ത് കയറി. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജിന് ടൈറ്റിൽ ഇട്ടത് ഷട്ട് ഇൻ വിത്ത് ഗാഡ്. പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. ചില വാതിലൊക്കെ ദൈവം അടയ്ക്കും കേട്ടോ, പക്ഷെ ചില വാതിലൊക്കെ നമ്മൾ അടയ്ക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അടയ്ക്കേണ്ടുന്ന വാതിൽ ദൈവം അടച്ചേരും. പെട്ടകത്തിനകത്ത് കയറിയാൽ മതി. കയറാൻ തയ്യാറാണെങ്കിൽ അടച്ചു സൂക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷേ ചില വാതിലുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അടയ്ക്കേണ്ടതുണ്ട്. അതിനെ നമുക്കടയ്ക്കാം, പ്രാർത്ഥിച്ചടയ്ക്കാം, ഉപവസിച്ചടയ്ക്കാം. ഞാൻ വിശ്വസിക്കുന്നു മോശ കുഞ്ഞിനെ ഹല്ലേലൂയ ആ കൊച്ചു പെട്ടകത്തിനകത്ത്, ആ ഞാങ്ങണ പെട്ടകത്തിനകത്ത് വെക്കുന്നതിന് മുമ്പ് അവൾ പശയും കീലും തേൽക്കുമ്പോൾ യോഖേബേദേ നീ അറിയാതെ നീ ചില വാതിലുകൾ, നിന്റെ തലമുറക്കെതിരെയുള്ള ചില വാതിലുകൾ, അവന്റെ ജീവനെതിരെയുള്ള ചില വാതിലുകൾ, അവന്റെ വളർച്ചയ്ക്കെതിരെയുള്ള ചില വാതിലുകൾ, അവന്റെ വിളിക്കെതിരെയുള്ള ചില വാതിലുകൾ ഹല്ലേലൂയ നീ പശയും കീലും തേച്ചടയ്ക്കുക. അവൾ തേച്ചത് ചില നിസാര പശയും കീലുമാ. അല്ലയോ മാതാവേ, ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ ചെറിയ പ്രാർത്ഥന, ചെറിയ ഉപവാസം ഹല്ലേലൂയ അത് വെറും പശയും കീലുമാണെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ ചില ഭക്തന്മാരെ, ചില ലീഡേഴ്സിനെ ഹല്ലേലൂയ ശത്രു തട്ടിക്കൊണ്ടു പോകാതെ വണ്ണം അടയ്ക്കുന്നതാണത്. ചിലത് അടയട്ട. ഞാൻ വിശ്വസിക്കുന്നു, ഞാനിത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചിലത് കൊട്ടി അടയപ്പെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അവളത് അടച്ചു. പക്ഷെ അടച്ചിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് അവൾ പകർന്നു. സ്തോത്രം. മക്കൾ അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. സ്തോത്രം. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട് അതേ നമുക്ക് പകരാൻ പറ്റും. അതും കൂടെ നാം ഓർക്കണം. കൃപയുള്ളവർക്കേ കൃപ പകരാൻ പറ്റും. അഭിഷേകമുള്ളവർക്കേ അഭിഷേകം പകരാൻ പറ്റും. കോപവാ ഈ പാത്രത്തിൽ ചുമന്നോണ്ട് നടക്കുന്നെങ്കിൽ കോപവേ പകരാൻ പറ്റൂ. സ്തോത്രം. എന്താ നമ്മുടെ ഉള്ളിലുള്ളത്? എന്താ നമ്മുടെ കയ്യിലുള്ളത്? കുറച്ചുപേരുടെ കുറ്റമാണോ നമ്മുടെ കയ്യിലുള്ളത്? ഫോൺ എടുത്താൽ അറിയാതെ അതേ പകരാൻ പറ്റൂ. നിങ്ങൾക്ക് എന്നോട് പിണക്കം തോന്നുന്നുണ്ടോ? പിണങ്ങിയാലും കുഴപ്പമില്ല. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒന്നിച്ചൊന്ന് നന്നാകാം. അകത്ത് ചില നല്ല നിക്ഷേപങ്ങൾ വരട്ടെ. നല്ല നിക്ഷേപങ്ങൾ അത് നമുക്ക് പകരാനായിട്ട് ഇടയാകട്ടെ. സ്തോത്രം. ഇവളിത് പകർന്നു. പകരുമ്പോൾ മക്കൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? അത് റിസീവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എന്നിൽ നിക്ഷേപിച്ചത്, അതൊരു ദർശനമാകാം, അതൊരു പ്രവചനമാകാം, അത് അഭിഷേകമാകാം, എന്തുവാകാം, ഒരു വചന വെളിപ്പാടാകാം. അത് ഞാൻ പകരുമ്പോൾ അത് റിസീവ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത്
എൻ്റെ തലമുറകളെയെങ്കിലും എനിക്കൊന്ന് ഒരുക്കിത്താ എന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന ആ മാതാവിനോളം ഭാഗ്യവതി വേറെ ആരാ ഉള്ളെ? അവള് പകർന്നപ്പം അത് പ്രാപിക്കാൻ മക്കള് ചുറ്റിനും ഉണ്ടെന്നേ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് പകരാൻ പറ്റാത്ത ചിലതുണ്ട്, സ്വർഗത്തിനും മാത്രം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ചിലതുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സ്വർഗമേ, എന്റെ വീട്ടിനകത്തൊരു പകർച്ച നടക്കണം. A season of pouring out. എന്റെ വീട്ടിനകത്ത്, എന്റെ പ്രാർത്ഥനാ മുറിയിൽ, എന്റെ പ്രാർത്ഥനയുടെ പായിൽ ഹല്ലേലൂയ സ്വർഗം ചിലത് പകരണം കർത്താവേ. അത് പ്രാപിക്കാൻ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നാം എപ്പോഴും പ്രാർത്ഥിക്കും. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഒപ്പം ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അവർ റിസീവ് ചെയ്യാൻ തയ്യാറല്ലെങ്കിലോ വാട്ട്സ് എ യൂസ്? എന്താ പ്രയോജനം? അതുകൊണ്ട് സ്വർഗം പകരുന്നത് ഏറ്റെടുക്കാനുള്ള ഒരു കൃപ കർത്താവേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും താ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.